ഹലോ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്ര വരെ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് വരെയാ പഠിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഇതിന്റെ ബാക്കി എടുക്കണമല്ലോ അല്ലേ. ഓക്കെ, നിങ്ങൾ വായിച്ചു വന്നോ? ഞാൻ ബുക്കൊക്കെ വായിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളോട് വരച്ച് പഠിക്കണം ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലേ നമുക്ക് സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വായിച്ച് പഠിച്ചവർക്കൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് നോട്ടും ഒക്കെ എടുത്ത് വെക്കൂ. NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചോളൂ, അതിലെല്ലാം വരച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് എളുപ്പമുണ്ട്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഞാൻ ഒന്നും കൂടി ഇവിടെ വരച്ചു വെക്കാം. എന്തൊക്കെയായിരുന്നു ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ അല്ലെ? ഫസ്റ്റ് നമ്മൾ ടോപ്പിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് വരയ്ക്കുന്നത്. പിന്നെ ഓരോ കാർബൺ ആറ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലെ. അന്ന് ഞാൻ ഫിഷർ പ്രൊജക്ഷൻ സ്ട്രക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ ഇങ്ങനെ വരച്ചിട്ട് അല്ലയോ. അങ്ങനെയും വരയ്ക്കാം നിങ്ങൾക്ക് കേട്ടോ. ഇപ്പൊ ഞാൻ കാർബൺ ഇതിൽ മാർക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റില്, H ലെഫ്റ്റില്, ദെൻ തേർഡ് കാർബൺ ആറ്റത്തിന്റെ H റൈറ്റില്, OH ലെഫ്റ്റില്, ദെൻ ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റില്, H ലെഫ്റ്റില്, ദെൻ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റില്, H ലെഫ്റ്റില്, ദെൻ ലാസ്റ്റ് കാർബൺ ആറ്റം CH2OH അല്ലെ. ഇതാണ് നമ്മൾ ഇത്ര കാലം എന്താണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ എന്താണ്, ഡെസ്പൈറ്റ് ഓഫ് ദി സ്ട്രക്ചർ, ഗ്ലൂക്കോസിന് എന്തുണ്ട് മക്കളെ, വേറെയും സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിതിങ്ങനെ പറയാൻ ഒരു എവിഡൻസ് വേണം, ശരിയല്ലേ? അതിന്റെ റീസൺ എന്താ ചോദിച്ചാല്, ചില ടെസ്റ്റുകൾ ഗ്ലൂക്കോസ് തരില്ല. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് ഇവിടുത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഗ്ലൂക്കോസ് എന്ത് തരണം, എല്ലാ ആൽഡിഹൈഡിന്റെ റിയാക്ഷൻസും തരണം. അപ്പം ഗ്ലൂക്കോസ് തരാത്ത 1-2 ടെസ്റ്റുകളുണ്ട്. അതായത് ഗ്ലൂക്കോസ് കനോട്ട് ഗീവ് പോസിറ്റീവ് 2,4-DNP ടെസ്റ്റ്. ഇപ്പൊ ആൽഡിഹൈഡിന്റെ ടെസ്റ്റ് നിങ്ങൾക്കറിയാം, 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീന്റെ ടെസ്റ്റ് അല്ലെ. നിങ്ങൾക്ക് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഓറഞ്ച് അല്ലെങ്കിൽ റെഡിഷ് ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസിനകത്ത് ഇവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, എന്നിട്ടും അത് എന്ത് തരുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് ഗീവ് 2,4-DNP ടെസ്റ്റ്. അപ്പൊ തരാത്ത ടെസ്റ്റുകളാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എന്താണ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ, അതാണ് DNP പറയുക കേട്ടോ. അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്. അപ്പം 2,4-DNPയുടെ ടെസ്റ്റ് ഗ്ലൂക്കോസ് തരില്ല. ഓക്കെ, പിന്നെ രണ്ടാമത് ഗ്ലൂക്കോസ് തരാത്ത ടെസ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഡിയം ബൈസൾഫൈറ്റ് അഡീഷൻ പ്രൊഡക്റ്റ് അല്ലെ. നിങ്ങൾ അതും റിയാക്ഷൻ പഠിച്ചതാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്താണ്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ പഠിച്ചെടുത്ത് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡും, സെക്കൻഡ് റിയാക്ഷൻ വിത്ത് സോഡിയം ബൈസൾഫൈറ്റും, ഒരു അഡീഷൻ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ആൽഡിഹൈഡ് ആണെങ്കിൽ ഇക്വിലിബ്രിയം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, കീറ്റോൺ ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റിയാക്ഷൻ പഠിച്ചതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ എനിവേ, രണ്ടാമത് ഇത് തരാത്ത ടെസ്റ്റ് എന്താ മക്കളെ, നോ സോഡിയം ബൈസൾഫൈറ്റ് അഡീഷൻ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനകത്തൊരു വ്യക്തമായ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് തരണം, ഈ പറഞ്ഞ റിയാക്ഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്, സോഡിയം ബൈസൾഫൈറ്റ് NaHSO3 ആണ്. സോഡിയം ബൈസൾഫൈറ്റിന്റെ അഡീഷൻ പ്രൊഡക്റ്റും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇത് തരാത്ത വേറൊരു ടെസ്റ്റ് ആണ് ഷിഫ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം, പ്രാക്ടിക്കൽ ഒക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ട്. CBSE-കാർക്കാണെന്ന് തോന്നുന്നു പ്രാക്ടിക്കൽസ് ഉള്ളത് കേട്ടോ. നിങ്ങൾ എന്താ പറയാ, പ്രാക്ടിക്കൽ സ്റ്റേറ്റ് ബോർഡുകാർ ചെയ്യാറില്ല, CBSE-ക്ക് ഇത് കാണിച്ചു കൊടുക്കും തോന്നുന്നു. നമ്മൾ ഷിഫ്റ്റ് റിയേജന്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഒരു പിങ്ക് കളർ വരും. ആൽഡിഹൈഡ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ റീസ്റ്റോർ ദ പിങ്ക് കളർ, കീറ്റോൺ ആണെങ്കിൽ കളർ വരും, എന്നിട്ട് അങ്ങ് ഡിസപ്പിയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതൊന്നും നമ്മുടെ എന്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടായിട്ടും ഗ്ലൂക്കോസ് തന്നിട്ടില്ല അല്ലെ. അതേപോലെ തന്നെ നമ്മൾ എന്താണ്, അസെറ്റിക് അൺഹൈഡ്രൈഡ് കൊണ്ട് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും ഗ്ലൂക്കോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലൂക്കോസ് പെൻഡാ അസറ്റേറ്റ് ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി കാണിച്ചതെന്നാണ് റിയാക്ഷൻ വിത്ത് അസെറ്റിക് അൺഹൈഡ്രൈഡ്. അപ്പൊ 5 OH ഗ്രൂപ്പ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ. 5 അസെറ്റിക് അൺഹൈഡ്രൈഡിന്റെ റിയാക്ഷൻ വന്നു, പെൻഡാ അസറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടായി. ആ റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ത് തരുന്നില്ല, ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് എന്ത് തരുന്നില്ല, ഫർദർ റിയാക്ഷൻ ഗ്ലൂക്കോസ് തരുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താ പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഇവിടെ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല എന്നാണ് അല്ലെ. കാരണം ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടായി
ആയിരുന്നെങ്കിൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ടെസ്റ്റുകളൊന്നും തരാതിരിക്കില്ല. അപ്പൊ ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഗീവ് ദീസ് ടെസ്റ്റ് ബിക്കോസ് ദർ ഈസ് നോ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ട് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസിന് എന്തുണ്ട്, വേറൊരു സ്ട്രക്ചറും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗ്ലൂക്കോസിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഹെമി അസെറ്റാൽ സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യുക കേട്ടോ മക്കളെ, നിങ്ങൾ ബുക്കിൽ കണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. സോ അപ്പൊ ഗ്ലൂക്കോസിന് എന്തുണ്ട്, ഒരു സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്. ഈ ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് ചോദിച്ചാല്, ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റവും ഗ്ലൂക്കോസിന്റെ ഫിഫ്ത്ത് കാർബൺ ആറ്റവും കൂടെ ഒരു ഓക്സിജനിലൂടെ ഒരു ലിങ്ക് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ വരുന്നതെന്നുള്ളത്. സി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ, വേഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് കാർബൺ ആറ്റം എങ്ങനെയാ നിൽക്കുക, സി ഡബിൾ ബോണ്ട് ഓ അല്ലേ, ഇത് ഇങ്ങനെ നിൽക്കും നമ്മുടെ ഫസ്റ്റ് കാർബൺ. ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു, ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇതിൽ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോടാ മക്കളെ. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എനിക്ക് അപ്പുറത്തേക്ക് മറ്റേ സ്ട്രക്ചർ വരയ്ക്കാമല്ലോ. സി ഡബിൾ ബോണ്ടോ എച്ച്, ഇവിടെ ഓ എച്ച് അല്ലേ. ഇവിടെ വരുന്നത് ഇത് ഇങ്ങോട്ട് പോളറൈസ് ചെയ്യും. ഇത് ഇങ്ങോട്ട് പോളറൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഈ കാർബൺ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് വരും, ഈ ഓക്സിജൻ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജും വരും അല്ലെ. നിങ്ങളുടെ പഠിക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ലിങ്ക് എങ്ങോട്ടാ വരുന്നതെന്ന് അറിയാനായിട്ട്, അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും, O മൈനസ് ആകും, H+ ആകും. ഇസ് ഇറ്റ് ക്ലിയർ അല്ലെ. എന്നിട്ട് ഈ O മൈനസ് എവിടെ പോയിട്ട് ലിങ്ക് ചെയ്യും മക്കളെ, ഈ കാർബണേൽ, അതായത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഫിഫ്ത്ത് കാർബണിലെ O പോയി ലിങ്ക് ചെയ്യും. ഈ H+ എവിടെ വരുന്നുണ്ട്, ഈ O മൈനസിലേക്ക് വരുന്നുണ്ട്. ഞാൻ സ്ട്രക്ചർ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. സോ ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ കേട്ടോ, നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോടാ മക്കളെ. CAലോട്ട് ആര് വരണം, ഞാൻ OAലോട്ട് OH കൊടുത്തു, ഇപ്പുറത്തെ സൈഡിലേക്ക് Hഉം കൊടുത്തു. ബാക്കി താഴോട്ട് എഴുതട്ടെ, COH then H. സോ തേർഡ് കാർബൺ ആറ്റത്തിന്റെ H റൈറ്റില്, OH ലെഫ്റ്റില്, then ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റില്, H ലെഫ്റ്റില്, then ഫിഫ്ത്ത് കാർബൺ ആറ്റത്തില് ഒരു H ഉണ്ട്. ഇവിടെ O ഇവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്ക് ഇതേ കൂടെ ലിങ്ക് ചെയ്യിക്കണ്ടേ ഇങ്ങനെ അല്ലെ. ഇതുണ്ടോ, ഇടയ്ക്ക് കൂടെ വെച്ചിട്ട് ഇവിടെ ചെയ്യാം. അവിടെ എഴുതണ്ട, ഇതുണ്ടോ CH2OH. ഓക്കെ ആയോ സ്ട്രക്ചർ കണ്ടോ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഈ സ്ട്രക്ചർ നമ്മൾ എന്താ പറയാ, ദിസ് ഇസ് എ ഹെമി അസെറ്റാൽ സ്ട്രക്ചർ അല്ലെ. കേട്ടതല്ലേ ഈ പേരൊക്കെ, ഹെമി അസെറ്റാൽ എന്നും അസെറ്റാൽ എന്നൊക്കെ അല്ലെ. അതായത് മൾട്ടി ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പം എന്താണ്, പ്രീവിയസ് ചാപ്റ്ററുകൾ നമ്മൾ ഒന്ന് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻസ് ഒക്കെ നല്ല എളുപ്പം ഉണ്ടാവും. അതിലെ പേരുകളും അതിലെ റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോട്ടെ മക്കളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ ഓക്സിജൻ സി ഡബിൾ ബോണ്ടോ പോളറൈസ് ചെയ്യിക്കുക. അപ്പൊ ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ സിയിൽ പ്ലസ് വരും, ഓയിൽ മൈനസ് വരും. ഓക്കെ, ദെൻ അഗെയിൻ ഫിഫ്ത്ത് കാർബൺ ആറ്റം നിങ്ങളുടെ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. മനസ്സിൽ ഇത് വെച്ചിരിക്കണം കേട്ടോ. ഇതെന്താ ചെയ്തിരിക്കുന്നത്, ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിലെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, മോർ ഇലക്ട്രോ നെഗറ്റീവ് അവൻ അതങ്ങ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, O മൈനസ് ആകും, H+ ആകും. ആൻഡ് ഫൈനലി ഈ O മൈനസ് എവിടേക്ക് പോയി ലിങ്ക് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ C+ കാർബോകാറ്റോൺ അല്ലേ, അതിലേക്ക് വന്ന് ലിങ്ക് ചെയ്യുന്നു. അവിടെ വെറുതെ വാണ്ടർ അറൗണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റിന്റെ ഓയിലേക്ക് വന്ന് ലിങ്ക് ചെയ്തു, സംഭവം ഓക്കെ ആയി കണ്ടോ. ഇത് എന്താ വന്നിരിക്കുന്നത്, സൈക്ലിക് സ്ട്രക്ചർ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ടടാ മക്കളെ, ഈ OHന് റൈറ്റിലോട്ടും നിൽക്കാം, ഈ OHന് ലെഫ്റ്റിലോട്ടും നിൽക്കാം, ശരിയല്ലേ. ഇപ്പൊ ഇതിങ്ങനെ പ്രൊജക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്രൊജക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ കൂടെ ലിങ്ക് ചെയ്യാം, ഇങ്ങനെ വന്ന് ബാക്കിൽ കൂടെ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ. സപ്പോസ് ഇങ്ങനെ ഗ്ലൂക്കോസ് ഇങ്ങനെ സ്പേസിലാണ് നിൽക്കുന്നെങ്കിൽ ഈ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ ഓയ്ക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ലിങ്ക് ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെ ബാക്കിൽ കൂടെ ലിങ്ക് ചെയ്യാം, ശരിയല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, ഫ്രണ്ടിൽ കൂടെ ലിങ്ക് ചെയ്യുന്നെങ്കിൽ OH ഇങ്ങോട്ട് തള്ളി നിൽക്കും, എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് OH ഇങ്ങോട്ട് തള്ളി നിൽക്കും. ബാക്കിൽ കൂടെ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ തിരിച്ചു വെക്കാം, OH അപ്പുറത്തെ സൈഡിലേക്കും വരുന്നുണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ OHന് റൈറ്റിലോട്ടും നിൽക്കാം, ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ OH ലെഫ്റ്റിലേക്കും നിൽക്കാം. എന്ന് വെച്ചാൽ ലിങ്ക് ഉള്ള കാർബൺ ആറ്റത്തിനാണ് പ്രത്യേകത. ഇവിടെ നോക്കി, ഇതിന്റെ OHന് എങ്ങോട്ടൂടെ വെക്കാം, H ഇങ്ങോട്ട് വന്നിട്ട് OH ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി റെസ്റ്റ് ഓഫ് ദ കാർബൺ ആറ്റം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം, ഒരു വ്യത്യാസവും ഇല്ലാതെ മാർക്ക് ചെയ്യാം. COH then H then CH CH2OH. ബാക്കി ഞാൻ വരച്ചു തരാം. ഇവിടെ നോക്കൂ കേട്ടോ മക്കളെ,
ഇതുണ്ടോ, ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം. നിങ്ങൾ കണ്ടോ, അപ്പൊ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് OH റൈറ്റിലേക്ക് വെച്ചിട്ട് ഒരു സ്ട്രക്ചർ, ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് OH ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ച് വേറൊരു സ്ട്രക്ചർ. രണ്ടും ഐഡന്റിക്കൽ സ്ട്രക്ചർ ഒക്കെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ശരിയല്ലേ? ഇനി ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ, അതായത് ഗ്ലൂക്കോസ് പോലെയുള്ള മോളിക്യൂളുകളുടെ ഫസ്റ്റ് കാർബൺ ആറ്റം ആണോ, ഏത് കാർബൺ ആറ്റം ആണോ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരുന്നത്, അതേല് പുതിയ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പം ആ OH ഗ്രൂപ്പിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ഇത് രണ്ട് ഡിഫറെന്റ് ഐസോമർ ആയിട്ടാ പറയുന്നത്. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ഇവന്മാർ രണ്ടും എന്താണ്, ആനോമറുകളാണ്, ആനോമേഴ്സ് ആണ് കേട്ടോ, ആനോമേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അല്ല ഗ്ലൂക്കോസ് എപ്പോഴും ഷോ ചെയ്യുന്നത്. കാരണം ഗ്ലൂക്കോസിന് വേറെ സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എന്താണ്, ഒന്ന് രണ്ട് റിയാക്ഷൻസ് ഗ്ലൂക്കോസ് തരാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നാലെ പോയി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഗ്ലൂക്കോസ് എപ്പോഴും ഓപ്പൺ ചെയിനിലൊന്നും അല്ല ഇരിക്കുന്നത്, ഗ്ലൂക്കോസിന് എന്തും കൂടിയുണ്ട്, ഒരു സൈക്ലിക് സ്ട്രക്ചറും കൂടിയുണ്ട് അല്ലെ. അപ്പൊ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് ഗ്ലൂക്കോസിന് വന്നിരിക്കുന്നത്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ എന്താണ്, കാർബൺ ആറ്റവും ഫിഫ്ത്ത് കാർബൺ ആറ്റവും കൂടി ഒരു ഓക്സിജനിലൂടെ ലിങ്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഹെമി അസെറ്റാൽ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഇനി ഇവിടെ നോക്കിയ മക്കളെ, ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ ഇട്ട കാർബൺ ആറ്റത്തിനകത്ത് OH റൈറ്റ് സൈഡിൽ, അതായത് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ വരുമ്പം ഫസ്റ്റ് കാർബൺ ആറ്റത്തിനകത്തെ OH റൈറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ആൽഫ ഗ്ലൂക്കോസ് അല്ലെ. കഴിഞ്ഞ ദിവസം ഞാൻ D ഒക്കെ ചേർത്തിട്ടാ പറഞ്ഞു, ആൽഫ D ഹൈഫനിട്ട് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്തോ? എല്ലാം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ആൽഫ D പ്ലസ് ഗ്ലൂക്കോസ് അല്ലെ. ആൽഫ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റ് സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആൽഫ സിമ്പൽ കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ D അറിയാലോ, ലാസ്റ്റ് ബട്ട് വൺ കാർബൺ ആറ്റം അല്ലെങ്കിൽ ലാസ്റ്റ് അസിമെട്രിക് കാർബൺ ആറ്റം ഏതാണോ അതിനകത്തെ OH ഗ്രൂപ്പ് റൈറ്റിലേക്കാണെങ്കിൽ ക്യാപിറ്റൽ Dയും OH ലെഫ്റ്റിലേക്കാണെങ്കിൽ ക്യാപിറ്റൽ Lഉം പറയും അല്ലെ. ഈ പ്ലസ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഓക്കെ, എവറിത്തിങ് ഐ ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പൊ പുതിയൊരു ലെറ്ററും കൂടെ നമ്മൾ ഇവിടെ ചേർത്തിട്ടുണ്ട്, ആൽഫ D പ്ലസ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പേര് ഇനി ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അവൻ ആൽഫ ആണെങ്കിൽ പിന്നെ ഇവന്റെ പേരെന്തായിരിക്കും? ഉറപ്പായിട്ടും ബീറ്റ എന്ന് തന്നെയായിരിക്കും അല്ലെ. ബീറ്റ D കഴിഞ്ഞ പ്ലസ് എല്ലാം ഹൈഫൻ ഇട്ടാണ് നമ്മൾ എഴുതി മാർക്ക് ചെയ്യുന്നത് കേട്ടോ, ഗ്ലൂക്കോസ് കേട്ടോ. ഓക്കെ, എല്ലാം ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എഴുതി മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഗ്ലൂക്കോസിന് രണ്ട് സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് സ്ട്രക്ചർ എന്താണ്? ആൽഫ D ഗ്ലൂക്കോസ്. ഞാൻ വരച്ചതനുസരിച്ച് ആൽഫ D ഗ്ലൂക്കോസും രണ്ടാമത്തെ സ്ട്രക്ചർ ബീറ്റ D ഗ്ലൂക്കോസും. സോ വൈൽ ഡ്രോയിങ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് യു ഷുഡ് ബി വെരി കെയർഫുൾ. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണേ. ഫിഫ്ത്ത് കാർബണിലേക്കാണ് ലിങ്ക് വന്നിരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ട് വരയ്ക്കില്ലേ അല്ലെ, നോക്കി വരയ്ക്കണം കേട്ടോ. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അഥവാ ചോദിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റണം നിങ്ങൾക്ക്. ഒരു സിമ്പിൾ ചാപ്റ്റർ അല്ലേ ഇത് അല്ലെ. അപ്പൊ ഇതാണ് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ. ഇനി ഞാൻ ഒരു പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമാരെ രണ്ടും ആരാടാ മക്കളെ? ആനോമേഴ്സ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ആൽഫ D ഗ്ലൂക്കോസും ബീറ്റ D ഗ്ലൂക്കോസും എന്താണ്? ആനോമറുകൾ എന്നാ പറയുക കേട്ടോ. പുതിയൊരു പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദേ ആർ കോൾഡ് ആനോമേഴ്സ്. അതായത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസം അനുസരിച്ച് അവിടെ നമ്മൾ എന്ത് വന്നിട്ടുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാറി അവിടെ ഒരു OH ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊസിഷൻ മാറും, അതായത് മെയിൻ ഫങ്ഷനാറ്റത്തിലെ കാർബൺ മാറുമ്പോൾ അല്ല സോറി എന്താണ് അറ്റാച്ച്മെന്റുകൾ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ ആനോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതേ ആനോമർ തന്നെ നമുക്ക് ഫ്രക്ടോസിലും പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രക്ടോസിന്റെ ലിങ്ക് എവിടാ വരുന്നതെന്നുള്ളത്. ഞാൻ ഫ്രക്ടോസ് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആനോമറുകൾ എന്ന് വിളിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവരെ രണ്ടും വിളിക്കുന്ന പേരാണ്, ഇവന്മാർ രണ്ടും എന്താണ്? ഗ്ലൂക്കോസിന്റെ ആനോമറുകളാണ്. ക്ലിയർ ആയില്ലേ? പിക്ചർ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചൊന്ന് നോക്കി പഠിക്കണേ മക്കളെ. അപ്പം ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൽഫ ഫോം ഓഫ് ആൻഡ് ബീറ്റ ഫോം ആർ കോൾഡ് ആനോമേഴ്സ്. ഓക്കെ, ഇനി ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും സൈക്ലിക് സ്ട്രക്ചറും കൂടാതെ ഗ്ലൂക്കോസിന് എന്താടാ മക്കളെ? ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റിയും കൂടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, പൈറാനോ സ്ട്രക്ചർ. ഓക്കെ, പൈറാനോസ്. പൈറാന്റെ സ്ട്രക്ചർ എന്താടാ മക്കളെ വരിക? ഓക്കെ, നിങ്ങൾ ഫ്യൂറാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു സാധനമാണ് പൈറാൻ കേട്ടോ. അതെ, ഇതാണ്
പൈറാൻ എന്ന് പറഞ്ഞ സാധനം. ഡബിൾ ബോണ്ട് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് പൈറാൻ. ഏകദേശം പൈറാന്റെ സ്ട്രക്ചറോട് ഒരു സിമിലാരിറ്റി വരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ഗ്ലൂക്കോപൈറാനോസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ സിമിലാരിറ്റി ടു ദ പൈറാൻ സ്ട്രക്ചർ ആയതുകൊണ്ട് ഗ്ലൂക്കോസിനെ പൈറാൻ ഫോമിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ റിംഗ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് കേട്ടോ. ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞത് റിംഗ് തന്നെയാണല്ലോ ഇത്. റിംഗ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് കേട്ടോ. സൈക്ലിക് തന്നെയാണ്. ഇതൊരു പൈറാൻ റിങ്ങിലോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലറൈസ് ചെയ്ത് സ്ട്രക്ചർ പറയുക ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് സ്ലോ ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് വരച്ച സ്ട്രക്ചറുകളൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ മക്കളെ? അതിന്റെ പ്രീവിയസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ തോന്നുന്നു അല്ലേ? അപ്പൊ ഞാൻ ഇതിൽ തന്നെ വരച്ച് കാണിച്ചു തരാവേ. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുക എന്ന് തോന്നുന്നു. ലെറ്റ് മീ ഡ്രോ ദ സ്ട്രക്ചർ. ഓക്കെ, ചെറുതാക്കട്ടെടാ മക്കളെ. ചെറുതാക്കുമ്പോഴത്തേക്കും സ്ട്രക്ചർ ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഇതാ ഇവിടെ നോക്കിക്കോണേ, ഞാൻ ഇതിൽ വരച്ച് കാണിച്ചു തരാം. സോ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി മക്കളെ. ആദ്യത്തെ സ്ട്രക്ചർ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. രണ്ടാമത്തെ സ്ട്രക്ചർ എന്താണ്? രണ്ടാമത്തേതും മൂന്നാമത്തേതും സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഇത് ആൽഫ ഫോമും രണ്ടാമത്തേത് ബീറ്റ ഫോമുമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ പൈറാൻ സ്ട്രക്ചർ അപ്പുറത്തെ പേജിലാണ് ഞാൻ പൈറാൻ എന്താന്ന് വരച്ചു തന്നിരുന്നത്. നോക്കിക്കേ, ഇതുണ്ടോ? ഞാൻ ഈ പേജിൽ ആ പൈറാൻ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് അല്ലേ? അപ്പൊ ഈ പൈറാന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ആൽഫ ഗ്ലൂക്കോസിനും ബീറ്റ ഗ്ലൂക്കോസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പൈറാനോയിഡ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഡബിൾ ബോണ്ട് വരയ്ക്കല്ലേടാ മക്കളെ, കാരണം നമുക്കിവിടെ ഡബിൾ ബോണ്ട് ഒന്നും വേണ്ട, സിംഗിൾ ബോണ്ട് ഫ്രെയിം മാത്രം നമുക്ക് മതി. ഓക്കെ, അപ്പൊ ഞാൻ ദേ ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ പോവാണേ. ഇവിടെ നോക്കൂ, കാരണം ഫസ്റ്റ് കാർബൺ ആറ്റവും ഫിഫ്ത്ത് കാർബൺ ആറ്റവും കൂടെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ ഷോ. ഇവിടെ നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കട്ടെ മക്കൾ, ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 കണ്ടോ? ഫസ്റ്റ് കാർബൺ ആറ്റവും ഫിഫ്ത്ത് കാർബൺ ആറ്റവും ലിങ്ക്ഡ് ത്രൂ ഓക്സിജൻ ആറ്റം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ഒരു പൈറാനോയിഡ് സ്ട്രക്ചറൽ സിമിലാരിറ്റി വെച്ച് ഗ്ലൂക്കോസ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പ്രീവിയസ് പേജിൽ കാണിച്ചു തരാം, കാരണം ഓൾറെഡി നമ്മൾ അവിടെ വരച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അത് ഇങ്ങനെ വെച്ചോ, ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമ്പർ കൊടുത്താലോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നമ്പർ കൊടുത്തോളൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5. എടാ മക്കളെ, ഇനി ആറാമത്തെ കാർബൺ എവിടെ കൊടുക്കുന്ന ഒരു ചോദ്യം വരില്ലേ? ആറാമത്തെ നമുക്ക് തന്നെ ഇവിടോട്ട് കൊടുക്കാം കേട്ടോ. ഹെവി ഗ്രൂപ്പ് അല്ലേ, പൊന്തിച്ചു വെക്കാം. ഇനിത്തെ പരിപാടി എന്താ ചോദിച്ചാൽ എളുപ്പമുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ മറ്റേന്റെയും കൂടെ ഫ്രെയിം ഒന്ന് വരക്കട്ടെ. നല്ല എളുപ്പമാണ്, ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. ഈ ആൽഫയും ബീറ്റയും കൂടെ നമുക്ക് ഒന്നിച്ചാക്കിയേക്കാം, കൺഫ്യൂഷൻ ഇല്ലാതെ പൊക്കോളൂ. ഇവിടെ നമ്പർ ചെയ്യണ്ടല്ലോ, വേണോ? ഒരിടത്ത് ഞാൻ നമ്പർ ചെയ്തില്ലേ, ഇനിയിപ്പോ എളുപ്പമല്ലേ അല്ലെ? ആൽഫേന്റെ അടി വരച്ചിരിക്കുന്നത് ആൽഫ ഗ്ലൂക്കോപൈറാനോസിന്റെയും ബീറ്റേന്റെ അടി വരച്ചിരിക്കുന്നത് ബീറ്റ ഗ്ലൂക്കോപൈറാനോസ്. വേണമെങ്കിൽ ഞാൻ കളർ കൊടുത്തേക്കാം. ഇനിയിപ്പോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1 2 3 4 5 again 6 here. ഓക്കെ, ഇനി നമുക്ക് ആ ഗ്രൂപ്പുകളെ ഒന്ന് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കാണാൻ പറ്റുമോ എന്തോ, ഞാൻ ഓരോ കളർ എടുത്ത് വരയ്ക്കും. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ മക്കളെ? ഈ റൈറ്റ് സൈഡിൽ വന്നവരെല്ലാം വരയ്ക്ക് അടിയിൽ വരയ്ക്കണേ. ഈ റൈറ്റ് സൈഡിൽ വന്നവരെല്ലാം വരേന്റെ താഴെയും ലെഫ്റ്റ് സൈഡിൽ വന്നവരെല്ലാം വരയുടെ മുകളിലും വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? റൈറ്റ് സൈഡിൽ വന്നവരെല്ലാം വരയുടെ താഴെയും ലെഫ്റ്റ് സൈഡിൽ വന്നവരെല്ലാം വരയുടെ മുകളിലും. അപ്പം ആൽഫ ഡി ഗ്ലൂക്കോസിനകത്ത് OH താഴെ H മുകളില് അല്ലേ? then again സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴെ H മുകളില്, തേർഡ് കാർബൺ ആറ്റത്തിന്റെ H താഴെ OH മുകളില്, then ഫോർത്ത് കാർബൺ ആറ്റം 1 2 3 4 ഫോർത്ത് കാർബൺ ആറ്റത്തിന് OH താഴെ H മുകളില്, ഫിഫ്ത്ത് കാർബൺ ആറ്റത്തെ പിന്നെ ഒന്നുമില്ല, ഒരു H മാത്രമേ ഉള്ളൂ. സിക്സ്ത് മേളിലേക്ക് കൊടുക്കുക, CH2OH. Is it clear? ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? നിങ്ങൾ NCERT എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ വരച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ പഠിക്കണം. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ പഠിച്ചാലേ സൈക്ലിക് സ്ട്രക്ചർ പറ്റുള്ളൂ. ഈ സൈക്ലിക് സ്ട്രക്ചർ അറിഞ്ഞാലേ നിങ്ങൾക്ക് റിംഗ് സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. വരച്ചൊന്ന് നോക്കണേ മക്കളെ, നോക്കി പഠിക്കാൻ പറ്റില്ല, 1-2 തവണയൊന്ന് വരച്ച് നോക്കണം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ സൈക്ലിക് സ്ട്രക്ചർ വരച്ചിട്ട് അത് റിങ്ങിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1ഉം 5ഉം കൂടിയാണ് ബോണ്ട് വരേണ്ടത് ത്രൂ ഓക്സിജൻ ആറ്റം അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞ ഹെമി അസറ്റാൽ സ്ട്രക്ചർ സൈക്ലിക് റിങ്ങിലേക്ക് വരയ്ക്കണേ. സൈക്ലിക് ഈ റിങ്ങിലേക്ക് മാറ്റിയിട്ട്
നമുക്ക് എന്താ ഗ്രൂപ്പ് അതിനകത്തേക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ റൈറ്റ് സൈഡിൽ വരുന്നവരെല്ലാം ഈ വരയുടെ അടിയിലും ലെഫ്റ്റ് സൈഡിൽ വന്നവരെല്ലാം വരയുടെ മുകളിലും വെക്കുക. പിന്നെ 6ാമത്തെ കാർബൺ നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ആ 6th പൊസിഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ 2ാമത്തെ പിക്ചറിനകത്ത് H താഴെ OH മുകളില്, then സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH താഴെ H മുകളില്, തേർഡ് കാർബൺ ആറ്റത്തിന്റെ H താഴേക്ക് OH മുകളിലേക്ക്, then ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക് H മുകളിലേക്ക്, ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ H താഴേക്ക്, CH2OH സിക്സ്ത് കാർബൺ ആറ്റം മുകളിലേക്ക്. നോക്കിയാൽ മക്കളെ, ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Can easily identify the character of that alpha and beta glucose. Look at the structure. ഇവിടെ നോക്കിയാൽ ഈ ഒരു കാർബൺ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. Look at the first carbon atom. നോക്കൂ, ഇവിടെ നോക്കിയേ, കണ്ടോ? വേറെ ഒരിടത്തേക്ക് നിങ്ങൾ സ്ട്രക്ചർ നോക്കാനായിട്ട് പോകണ്ട. നിങ്ങൾ ഈ റിംഗ് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞിട്ട് ആ റിംഗിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റങ്ങൾ മാത്രം നോക്കിയാൽ മതി. കണ്ടോ? അപ്പൊ ആൽഫ ഗ്ലൂക്കോസ് ബീറ്റ് ബാക്കി എല്ലാം സെയിം ആണ്. നിങ്ങൾ നോക്കി, ബാക്കി വരച്ചിരിക്കുന്നതെല്ലാം സെയിം ആണ്. ഫസ്റ്റ് കാർബൺ ആറ്റം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവനൊരു പേരുണ്ട്. വേണ്ടി എന്റെ അടിയിലേക്ക് പേരെഴുതി തരാവേ, പിന്നെ ഒറ്റ ഫ്രെയിമിൽ എല്ലാം കിട്ടുമല്ലോ. സോ എന്താണ്? ആൽഫ കഴിഞ്ഞ് ഹൈഫൻ ഡി കഴിഞ്ഞ് ഹൈഫൻ പ്ലസ് കഴിഞ്ഞിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഗ്ലൂക്കോ പൈറാനോസ്. കണ്ടോ? ഗ്ലൂക്കോ പൈറാനോസ് നമ്പർ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഇത് ബീറ്റ കഴിഞ്ഞ് ഹൈഫൻ ഡി കഴിഞ്ഞ് ഹൈഫൻ പ്ലസ് കഴിഞ്ഞ് ഹൈഫൻ ഇട്ട് ഗ്ലൂക്കോ പൈറാനോസ്. Is it clear? ഉണ്ടോ? ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്, ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഉണ്ടോ? അപ്പൊ പേരുകൾ എഴുതുന്ന ഒന്ന് നോക്കിയാൽ മതി. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് സ്വയം വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഗ്ലൂക്കോസിന്റെ പൈറാന്റെയും ഫ്യൂറാന്റെയും ഒക്കെ സ്ട്രക്ചർ, സോറി ഫ്രാക്ടോസിന്റെ ഫ്യൂറാന്റെയും ഒക്കെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. സോ യു ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, മനസ്സിലായില്ലേ സംഭവം? ഞാൻ പടം വരച്ച എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ? സൈക്ലിക്കേന്ന് വേണം നിങ്ങൾ റിങ് വരയ്ക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ അല്ലേ? അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടേക്കല്ല വരച്ചിരിക്കുന്നത്, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്താ ചെയ്യുന്നത്, പൈറാൻ എന്താന്ന് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. പ്രീവിയസ് പേജിലേക്കാണ് ഞാൻ വരച്ചത്, എന്റെ കംഫർട്ടബിൾ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒറ്റ ഫ്രെയിമിൽ എല്ലാവരും കിട്ടുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രക്ടോസ് ആണ് കേട്ടോ. ഫ്രക്ടോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ തന്നെ കണ്ടു, നമ്മൾ പ്രിപ്പറേഷന്റെ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്. സുക്രോസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകിൽ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് ഹൈഡ്രോളൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരുന്നുണ്ട്? സോ യു വിൽ ഗെറ്റ് ടു പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അല്ലെ. അപ്പം ഫ്രൂട്ട് ഷുഗർ ആണ് ഫ്രക്ടോസ്. കേട്ടിട്ടുണ്ടോ? മറ്റേ നമ്മൾ ഗ്ലൂക്കോസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുന്നു ഗ്രേപ്പ് ഷുഗർ. ഏകദേശം അത്രയും മധുരമേ ഉള്ളൂ മക്കളെ. നല്ല മധുരമുള്ള ഗ്രേപ്പ് എത്രത്തോളം സ്വീറ്റ്നെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ഗ്ലൂക്കോസിന്റെ സ്വീറ്റ്നെസ് കേട്ടോ. അപ്പൊ അത് എന്താണ്? ഗ്രേപ്പിന്റെ അത്രയും മധുരം ഉണ്ടാവുള്ളൂ, ഗ്രേപ്പ് ഷുഗർ ആണ്. പിന്നെ ഫ്രക്ടോസ് എന്താണ്? ഫ്രൂട്ട് ഷുഗർ ആണ്. നല്ല മധുരം ഫ്രക്ടോസിനാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് നല്ല മധുരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണ്, അതിന്റെ അർത്ഥം എന്താ? ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലാണ് അല്ലെ. എന്ന് വെച്ചാൽ സുക്രോസ് കൂടുമ്പം എന്ത് വരുന്നുണ്ട്? ഇതിനകത്ത് നല്ല മധുരം വെക്കും. കാരണം ഫ്രക്ടോസ് കൂടി വരുമ്പോഴത്തേക്കും മധുരം കൂടുതലായിരിക്കും കേട്ടോ. ദിസ് ഈസ് കോൾഡ് ഫ്രൂട്ട് ഷുഗർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഫ്രൂട്ട് ഷുഗർ ആണ്. ഓക്കെ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കീറ്റോ ഹെക്സോസ്. കാരണം ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഗ്ലൂക്കോസ് ഓൾറെഡി നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ജസ്റ്റ് ഇത് എന്താണെന്നൊന്നും മാത്രമേ ഉള്ളൂ മക്കളെ. ഇതിന്റെ റിയാക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ തന്നിട്ടുള്ളൂ. ജസ്റ്റ് നോ ദ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് അല്ലെ. അതിനകത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാന്നും അതെങ്ങനെ ഇതിന്റെ സ്ട്രക്ചർ എന്നും അത്രയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ അലോങ് വിത്ത് ദ ഗ്ലൂക്കോസ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് എ ഡൈസാക്കറൈഡ്. സുക്രോസ് അല്ലേടാ മക്കളെ. സുക്രോസ് എടുത്ത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഓൾറെഡി നമ്മൾ ഗ്ലൂക്കോസ് എല്ലാം കണ്ടതാണ്. ഇനി നമുക്ക് ഫ്രക്ടോസ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ സ്ട്രക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കാം എല്ലാം. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ്. അപ്പൊ നമുക്ക് ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പം ഫ്രക്ടോസും ക്യാപിറ്റൽ ഡി ആണ്. ഡി ഫ്രക്ടോസ് എന്നാ പറഞ്ഞത് കേട്ടോ. ഇറ്റ് ബിലോങ്സ് ടു ദ ഡി, ക്യാപിറ്റൽ ഡി സീരീസ്. ഇനി ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല.
ഏതാണോ അവസാനത്തെ അസിമെട്രിക് കാർബൺ ആറ്റം, മിക്കതും ലാസ്റ്റ് ബട്ട് വൺ ആയിരിക്കും, അതിന്റെ OH റൈറ്റിലേക്കാണെങ്കിൽ ക്യാപിറ്റൽ D അല്ലെ, ലെഫ്റ്റിലേക്കാണെങ്കിൽ ക്യാപിറ്റൽ D സീരീസ്, ആൻഡ് ഇറ്റ് ഈസ് ലേവോറൊട്ടേറ്ററി. നോട്ട് ദ പോയിന്റ്, ഇറ്റ് ഈസ് ലേവോറൊട്ടേറ്ററി അല്ലെ. ഗ്ലൂക്കോസ് എന്തായിരുന്നു? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരുന്നു. അപ്പൊ ഇവൻ എന്താണ്? ഇവൻ ലേവോറൊട്ടേറ്ററി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട്? മറ്റേ പോലെ തന്നെ D കഴിഞ്ഞ് ഹൈഫൻ ഇട്ട് ബ്രാക്കറ്റിൽ മൈനസ് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ഇതൊരു അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ DU ആണ്, നെഗറ്റീവ് മീൻസ് ലേവോറൊട്ടേറ്ററി ആണ് കേട്ടോ. D മൈനസ് ഫ്രക്ടോസ്, നമ്മൾ D പ്ലസ് ഗ്ലൂക്കോസ് എഴുതിയ പോലെ ഇവിടെ D മൈനസ് ഫ്രക്ടോസ് എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇതിനും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും വരയ്ക്കാം, സൈക്ലിക് സ്ട്രക്ചറും വരയ്ക്കാം. കാരണം ഗ്ലൂക്കോസിന് 2 സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രക്ടോസിനും എന്തുണ്ടാവും? ഷുഡ് ഹാവ് 2 സൈക്ലിക് സ്ട്രക്ചർ അല്ലെ. ഇനി സൈക്ലിക് സ്ട്രക്ചർ കൂടാതെ എന്തും കൂടി ഉണ്ട്? റിങ്ങും ഉണ്ട് കേട്ടോ. ഗ്ലൂക്കോസിന് വരച്ച പോലത്തെ സ്ട്രക്ചർ നമുക്ക് ഇവിടെയും ഉണ്ട്. അപ്പം ഇവിടത്തെ സ്ട്രക്ചറിന്, സൈക്ലിക് സ്ട്രക്ചറിന് ചെറിയ പ്രത്യേകതയുണ്ട്, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രക്ടോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇത് എന്ത് സാധനമാണെന്ന് പിടികിട്ടുള്ളൂ കേട്ടോ. സോ അതായത് ഫ്രക്ടോസിന് എന്തുണ്ട്? ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഉണ്ട്, then എന്താണ്? സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്, along with the ring സ്ട്രക്ചറും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, ഞാൻ ഇതൊന്ന് പൊന്തിച്ചിട്ട് വരയ്ക്കുകയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ മക്കളെ? ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണണം. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്ത, കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാൻ റെഡി ആയിടാ മക്കളെ. അപ്പൊ എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്, മനസ്സിലായില്ലെങ്കിൽ ഇത് ഒന്നും കൂടി ഒന്ന് സ്ലോ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. എനിവേ സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവും. ഞാൻ ചില കുട്ടികളൊക്കെ ചോദിച്ചപ്പോൾ അവര് ഇതൊക്കെ ആദ്യം എടുത്തു പോയ ചാപ്റ്റർ മിസ് എന്നാ എന്നോട് പറഞ്ഞത് കേട്ടോ. ആദ്യം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്നിട്ടുണ്ടാവും, റീസെന്റ്ലി എടുത്തവരെ മറക്കുന്നു അല്ലേ. അപ്പൊ പിന്നെ അതിന്റെ കാര്യം പറയാനുണ്ടോ? എനിവേ നന്നായി പഠിക്കണം, നന്നായി എഴുതി വെക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവന്റെ ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, യു ക്യാൻ ഗോ ത്രൂ ദ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഞാൻ ഇത്തിരി കൂടി ചെറുതാക്കി വെച്ചാൽ എനിക്ക് ഇവിടെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുള്ളൂ. ലേവോറൊട്ടേറ്ററി ആണ് കോമ്പൗണ്ട്, സൈക്ലിക് ഫോം ഉണ്ട്, റിംഗ് ഫോം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിവേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ എന്താണെന്ന്. ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: CH2OH, then C ഡബിൾ ബോണ്ടോ അല്ലെ. കീറ്റോ ഹെക്സോസ് ആണ് ഫ്രക്ടോസ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഫ്രക്ടോസ് ഈസ് എ കീറ്റോ ഹെക്സോസ്. അപ്പൊ കീറ്റോൺ എന്താണെങ്കിലും 2 കാർബണിന്റെ ഇടയ്ക്കല്ലേ നിൽക്കുകയുള്ളൂ, അല്ലാതെ കീറ്റോൺ ആൽഡിഹൈഡിനെ പോലെ എന്താ ടെർമിനൽ കാർബൺ ആറ്റത്തെ നിൽക്കില്ലല്ലോ, ഇടയിലേ നിൽക്കുകയുള്ളൂ. അല്ല, എന്താണ്? രണ്ടാമത്തേതിലായിരിക്കും മിനിമം വരിക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ ഇതാണ്. സെക്കൻഡ് കാർബൺ ആറ്റം, C ഡബിൾ ബോണ്ടും. തേർഡ് തൊട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും സെയിമാ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. തേർഡ് കാർബൺ ഓൺവേർഡ്സ് ഇമാരൊക്കെ സെയിം ആണ്. തേർഡ് കാർബൺ ആറ്റത്തിനകത്ത് എങ്ങനെയാണ്? H റൈറ്റില്, OH ലെഫ്റ്റ് സൈഡില്, ദെൻ ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റില്, H ലെഫ്റ്റില്, ദെൻ ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റില് 1 2 3 4 5 അല്ലെ, OH റൈറ്റില്, H ലെഫ്റ്റില്, ആൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റം എന്താണ്? CH2OH ഉണ്ടോ. സോ ദിസ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് കേട്ടോ. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അല്ലേ? അപ്പം മറ്റേന്റെ സ്ട്രക്ചർ അറിയുമെങ്കിൽ നല്ല എളുപ്പമുണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട്. അപ്പൊ ആദ്യത്തെ കാർബൺ CH2OH, രണ്ടാമത്തെ കാർബൺ C ഡബിൾ ബോണ്ടോ. മക്കളെ തേർഡ് തൊട്ട് അങ്ങോട്ട് സെയിം ആണേ. തേർഡ് കാർബൺ ആറ്റത്തിന്റെ H റൈറ്റില്, OH ലെഫ്റ്റില്, ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെയും ഫിഫ്തിന്റെയും OH റൈറ്റിലേക്ക്, H ലെഫ്റ്റിലേക്ക്, ലാസ്റ്റ് കാർബൺ ആറ്റം CH2OH അല്ലെ. ഇനി ഇവിടത്തെ പരിപാടി, ഇതിപ്പോ ഓപ്പൺ ചെയ്യുന്നില്ലേ, പിടികിട്ടിയോ? ഇനി ഇവിടുത്തെ പരിപാടി എന്താ ചോദിച്ചാല്, ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിന് വേണേ പേര് നമുക്ക് എഴുതാം അല്ലെ. D കഴിഞ്ഞ് ഹൈഫൻ ഇട്ട് മൈനസ് ഒരു ബ്രാക്കറ്റ് ഇട്ട് എന്താണ്? ഫ്രക്ടോസ് അല്ലെ. ഗ്ലൂക്കോസ് എഴുതിയ പോലെ ഫ്രക്ടോസ് എഴുതാം. ഇനി ഇവിടത്തെ ലിങ്ക് വരുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതെവിടെ നോക്കിയോ, മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാ? C ഡബിൾ ബോണ്ടോ ഇല്ലേ. ഇവന്റെ ബോണ്ട് ഇങ്ങോട്ട് പോളറൈസ് ചെയ്യും. മുമ്പ് ഞാൻ ഇവിടെ വരച്ച പോലെ തന്നെ കാണിച്ചു തരാവേ, ശ്രദ്ധിച്ചിരുന്നോണേ. ഫിഫ്ത്ത് കാർബൺ ആറ്റം ആണ്. ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ OAൽ ഒരു H ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇമാര് തമ്മിൽ ലിങ്ക് വരും കേട്ടോ. കാർബൺ മുമ്പ് ഞാൻ വരച്ചില്ലേ, അപ്പൊ CAൽ ഒരു പ്ലസ് ചാർജ് വരും, OAൽ ഒരു മൈനസ് ചാർജ് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഹൈഡ്രജൻ ഇവിടെ വന്ന് ഓയിലേക്ക് ജോയിൻ ചെയ്യും, ഈ ഓക്സിജനിൽ കൂടി ഒരു ബോണ്ട് വരും. മുമ്പ് ഞാൻ ഗ്ലൂക്കോസിന് പറഞ്ഞില്ലേ, അതേമാതിരിയുള്ള സ്ട്രക്ചറാ വരിക കേട്ടോ. അപ്പോഴും ഇവിടെ 2 എണ്ണത്തിന് പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് മുമ്പ് കണ്ട പോലെ 2 സ്ട്രക്ചറിനുള്ള പോസിബിലിറ്റിയാണ്. രണ്ടും വരച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങോട്ട് എഴുതാം? ഇവിടേക്ക് ഒന്ന് വരയ്ക്കാം. ഇവിടുത്തെ കേസിൽ എന്താണ്?
അല്ലേ, ഓയിലേക്ക് ഒരു OH റൈറ്റ് സൈഡിലേക്ക് വരാം. അപ്പം മറ്റവൻ ഇങ്ങോട്ട് വെച്ചേ പറ്റുള്ളൂ, CH2OH ഉണ്ടോ. ഫസ്റ്റ് കാർബണാറ്റ് ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ദെൻ തേർഡ് HOH ലെഫ്റ്റിലേക്ക്, ഫോർത്തിനകത്തെ OH റൈറ്റിലേക്ക്, H ലെഫ്റ്റിലേക്ക്. ഫിഫ്ത്തുമായിട്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായത്, അവർ തമ്മിലാണ് ഒരു ബോണ്ട് ഉണ്ടായത്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്, ദേ മുകളിൽ കൂടി ഇങ്ങനെ കയറ്റി വരയ്ക്കാം. അപ്പൊ എളുപ്പമുണ്ട്, ഉണ്ടോ. പോരെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, കേട്ടോ. ഫിഫ്ത്ത് കാർബൺ ആറ്റവും സെക്കൻഡ് കാർബൺ ആറ്റവും കൂടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ബോണ്ട് വന്നിട്ടുണ്ട്, കേട്ടോ. ഫിഫ്ത്തും സെക്കൻഡും. അപ്പൊ ഇവിടത്തെ OH മുമ്പത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ OH ഗ്രൂപ്പ് ലെഫ്റ്റിലേക്ക് വെച്ച ഒരു സ്ട്രക്ചറും കൂടി വരയ്ക്കാം. അപ്പൊ CH2OH ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ തേർഡ് കാർബൺ ആറ്റത്തിലെ H റൈറ്റിലേക്ക്, OH ലെഫ്റ്റിലേക്ക്, ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റിലേക്ക്, H ലെഫ്റ്റിലേക്ക്, ഫിഫ്ത്ത് കാർബണയിലാണ് ലിങ്ക് വരിക. ദെൻ സിക്സ്ത് കാർബൺ ആറ്റം CH2OH ഉണ്ടോ. മുകളിൽ കൂടി ഇങ്ങനെ എഴുതിക്കും. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് വരയ്ക്കാനായിട്ട്. This is about the cyclic structure of fructose. അല്ലെ, നമുക്ക് അതിനകത്തൊന്നും അധികം ഒന്നും പഠിക്കാനില്ല. കാരണം എന്താ പറയാ, ഓൾറെഡി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗ്ലൂക്കോസിൽ പഠിച്ചത് കൊണ്ടാവും NCERT അങ്ങനെ അധിക കാര്യങ്ങളൊന്നും ഫ്രക്ടോസിന്റെ തരുന്നില്ല. അവിടെ നോക്കിയാൽ മക്കളെ, സെക്കൻഡ് കാർബൺ ആറ്റം അല്ലായിരുന്നു മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരുന്നത്, ഉണ്ടോ. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പിലെ എന്താണ്, മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരുന്ന കാർബൺ ആറ്റത്തിലെ OHന്റെ പൊസിഷൻ മാറുമ്പോൾ കിട്ടുന്നതാണ് ആനോമേഴ്സ്. അപ്പൊ ഇതെന്തായിരിക്കും, OH റൈറ്റിലേക്കാണെന്നെങ്കിൽ അത് ആൽഫ കഴിഞ്ഞ് ഹൈഫൻ ഇട്ട്, D കഴിഞ്ഞ് ഹൈഫൻ ഇട്ട്, മൈനസ് ഇട്ട്, എന്താണ്, ഫ്രക്ടോസ് അല്ലെ, ആൽഫ D മൈനസ് ഫ്രക്ടോസ്. ഇതെന്താണ്, ബീറ്റ കഴിഞ്ഞ് ഹൈഫൻ ഇട്ട്, D കഴിഞ്ഞ് ഹൈഫൻ ഇട്ട്, മൈനസ് ഇട്ട്, ബ്രാക്കറ്റിലാക്കിയിട്ട് ഫ്രക്ടോസ്, ഉണ്ടോ. ഒരെണ്ണം ആൽഫ D ഫ്രക്ടോസും മറ്റേത് ബീറ്റ D ഫ്രക്ടോസും. ഇനി ഇവന്മാരുടെ സ്ട്രക്ചർ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ സിമിലാരിറ്റി വെക്കുന്നത് ഉണ്ടോ. അപ്പൊ ഇത് ആദ്യം വരച്ചത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്, രണ്ടാമത് വരച്ചത് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ്, കേട്ടോ. അപ്പുറത്ത് ഞാൻ എഴുതിയിട്ടുണ്ടോ എന്തോ, സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ് രണ്ടാമത് വരച്ച പിക്ചർ. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ്, കേട്ടോ. സെക്കൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ്. ഇനി ഈ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് സിമിലറൈസ് ചെയ്ത് നമ്മൾ എന്താ റിങ്ങിലേക്ക് മാറ്റും. മുമ്പ് ഞാൻ വരച്ചില്ലേ, പൈറാനോയിഡ് റിങ്ങിലേക്ക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വരച്ച പോലെ ഫ്രക്ടോസിന്റെ സൈക്ലിക് സ്ട്രക്ചറിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം, ഒരു റിംഗ് ഫോമിലേക്ക് മാറ്റാം, കണ്ടോ. അതായത് ഇവിടത്തെ കേസിൽ ആദ്യം ഓപ്പൺ ചെയിൻ പഠിക്കുക, പിന്നെ അത് എങ്ങനെയാ ഇതും ഹെമി അസെറ്റാൽ സ്ട്രക്ചർ തന്നെയാണ്. എങ്ങനെയാ ഒരു ഹെമി അസെറ്റാൽ സ്ട്രക്ചറിലേക്ക് മാറിയെന്ന് മനസ്സിലാക്കുക, വരയ്ക്കാൻ പഠിക്കുക. ഇതും കൂടി അറിയാമെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഇതിന്റെ റിംഗ് സ്ട്രക്ചറിലേക്ക് വരയ്ക്കാം. അപ്പം റിംഗ് സ്ട്രക്ചർ സിമിലറൈസ് ചെയ്യുന്നത് ഒരു ഫ്യൂറാൻ സ്ട്രക്ചറിലേക്കാണ് മക്കളെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്യൂറാന്റെ സ്ട്രക്ചർ വരുന്നതാണ്, ഫ്യൂറാൻ അല്ലെ. ഡബിൾ ബോണ്ട് വേണ്ട നിങ്ങൾക്ക്, ഫ്യൂറാനോയിഡ് റിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ 1 ഉണ്ടാകും, ഇവിടെ എവിടെയെങ്കിലും 1 വെക്കാം. 1 2 3 4 5 and 6 ഉണ്ടോ, ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ 2ഉം 5ഉം തമ്മിലല്ലേ ഇവിടെ ബോണ്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർബൺ ആറ്റവും ഫിഫ്ത്ത് കാർബൺ ആറ്റവും കൂടെ തമ്മിലാ ബോണ്ട് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ ചൂസ് ചെയ്തിരിക്കുന്നത്, കേട്ടോ. ഫ്യൂറാനോയിഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ അടിയിലേക്ക് ഓക്സിജൻ വെച്ച് വരയ്ക്കാം, മേളിലേക്ക് ഓക്സിജൻ വെച്ച് വരയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും വരച്ച് പഠിക്കാം, കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ മുകളിലേക്ക് ഓക്സിജൻ വെച്ച് വരയ്ക്കുകയാണ്. ടീച്ചർ സ്കൂളിൽ ഇനി താഴേക്ക് ഓക്സിജൻ വെച്ച് വരച്ച് പഠിപ്പിച്ചെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല, കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഈ പിക്ചർ ഒന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ പടത്തിന് വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല, കേട്ടോ. നിങ്ങളുടെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാർബൺ ഒന്ന് നോട്ട് ചെയ്യട്ടെ. എവിടെ നടാ മക്കളെ എഴുതുക, നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ എഴുതിയേക്കാം അല്ലേ. സോ 1 അല്ല, ഇവിടെ 1 കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് കാർബണിനോട് സെക്കൻഡ് കൊടുക്കാം. സെക്കൻഡിലല്ലേ എനിക്ക് 3 4 5 6 ഇവിടെ നിൽക്കട്ടെ. അഗൈൻ 2 3 4 5 6. അപ്പൊ പ്രശ്നക്കാരൻ സെക്കൻഡിലല്ലേ വരുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് ഈ വരയുടെ റൈറ്റ് സൈഡിൽ വന്നവരെല്ലാം താഴേക്കും, ലെഫ്റ്റ് സൈഡിൽ വന്നവരെല്ലാം മുകളിലേക്കും അല്ലെ. അപ്പൊ OH താഴേക്ക്, CH2OH മുകളിലേക്ക് അല്ലെ. അടുത്ത തേർഡ് കാർബൺ ആറ്റം H താഴേക്ക്, OH മുകളിലേക്ക്. ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക്, H മുകളിലേക്ക് അല്ലെ.
ദെൻ 5th കാർബൺ ആറ്റത്തിൽ ഒരു H മാത്രമേ ഉള്ളൂ താഴേക്ക്. 6th കാർബൺ ആറ്റം CH2OH ഉണ്ടോ, CH2OH. അടുത്ത കേസിൽ സെക്കൻഡ് ഇത് തന്നെ, സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ CH2OH താഴേക്ക്, ദെൻ അവിടെ OH മുകളിലേക്ക്. ഓക്കെ, ബാക്കിയൊക്കെ നോർമൽ തന്നെ. H താഴേക്ക്, OH മുകളിലേക്ക്. ദെൻ 4th കാർബൺ ആറ്റത്തിന്റെ OH താഴേക്ക്, H മുകളിലേക്ക്. 5th ഒരു H മാത്രം. 6th കേസിൽ CH2OH അല്ലെ. ഇവിടെ വ്യത്യാസം വന്നത് ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സെക്കൻഡ് കാർബൺ ആറ്റം നിങ്ങളൊന്ന് നോക്കിക്കുക, ഈസി ആയിട്ട് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ കേസിൽ എന്താ തന്നിരിക്കുന്നത്? ഇപ്പം ആദ്യത്തെ പിക്ചർ എന്താ, OH താഴേക്കല്ലേ, വേറൊന്നുമില്ല. അപ്പൊ ഇവന്മാര് രണ്ടും എന്താ മക്കളെ, ഇവന്മാര് രണ്ടും ആനോമേഴ്സ് ആണല്ലേ, ആനോമേഴ്സ് ആണ് കേട്ടോ. നമ്മള് ഗ്ലൂക്കോസിൽ പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടും എന്താണ്, ആനോമേഴ്സ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്യൂറാൻ സ്ട്രക്ചറിലേക്ക് പറയണം. ആൽഫ ഡി കഴിഞ്ഞ് ഹൈഫൻ ഇട്ട് മൈനസ് എന്താണ്, ഫ്രക്ടോ ഫ്യൂറാനോസ് കേട്ടോ. ഫ്രക്ടോ ഫ്യൂറാനോസും മറ്റേത് എന്താണ്, ബീറ്റ കഴിഞ്ഞ് ഡി കഴിഞ്ഞ് ഹൈഫൻ ഇട്ട് ദെൻ ബ്രാക്കറ്റിനകത്ത് മൈനസ് എഴുതിയത് ഫ്രക്ടോ ഫ്യൂറാനോസ് കേട്ടോ. ഫ്യൂറാനോസ് എളുപ്പല്ലേ ഇത് സ്ട്രക്ചർ വരയ്ക്കാൻ, നോക്കി മനസ്സിലാക്കി പഠിക്കോ. നമ്മൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ കണ്ട പോലെ തന്നെയാണ് കേട്ടോ ഫ്രക്ടോസിന്റെ സ്ട്രക്ചറും വരിക. ക്ലിയർ അല്ലേ സംഭവം അല്ലെ. ഇതൊന്നും നോക്കി വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് വരച്ച് പഠിക്കുക. ടീച്ചറുടെ നോട്ട് ഉണ്ടെങ്കിൽ അത് പഠിച്ചാലും മതി കേട്ടോ. എങ്ങനെയാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചോളൂ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ സ്ട്രക്ചർ ഒക്കെ ക്ലിയർ ആയില്ലേ മക്കളെ? ഇപ്പൊ ഞാൻ ഫ്രക്ടോസിന്റെ വരച്ച എന്താണ്, ഈ ഫ്യൂറാനോയിഡ് റിങ്ങിന്റെ സിമിലാരിറ്റി ഉള്ള ഈ സ്ട്രക്ചറും ഗ്ലൂക്കോസിന് മുമ്പ് ഞാൻ വരച്ചില്ലേ പൈറാനോയിഡ് റിങ്ങിന്റെ സിമിലാരിറ്റി ഉള്ള സ്ട്രക്ചറും വരച്ചില്ലേ. പൈറാനോ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസും ഫ്യൂറാനോയിഡ് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹോവാർത്ത് സ്ട്രക്ചർ എന്നൊക്കെയാ വിളിക്കുക കേട്ടോ. ഹോവാർത്ത് സ്ട്രക്ചർ എന്നൊക്കെയാ പറയുക കേട്ടോ. അപ്പൊ ഈ റിംഗ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഹോവാർത്ത് സ്ട്രക്ചർ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൈസാക്കറൈഡ്സ് പഠിക്കാം. അപ്പത്തേക്ക് ഇതെല്ലാം വായിച്ചിട്ട് നിങ്ങൾ വരില്ലേ അല്ലേ? നമുക്ക് ഡൈസാക്കറൈഡ്സ് പഠിക്കാം. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.